സ്നേഹമുള്ളവരെ, 223 സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. തിരമാലകൾ എനിക്കിഷ്ടമാണ്, അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിലും നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്ന് നമുക്കും ഉയർന്നു വരാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്നത്തെ പ്രാർത്ഥന ഗാനം ആലപിക്കുന്നത് കുമാരി ക്ലാര ജോസഫ്. കണ്ണോ നീർത്താൽ വേരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണോ നീർവാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടോ അന്ത്യം വരെ. തീച്ചുള സിംഗക്കുഴി പൊട്ടക്കിണ മരുഭൂമി ജയിലറയിർച്ചവളോ മരണമോ വന്നിടട്ടെ. കാലങ്ങൾ കാത്തിടുന്ന നിന്നാഗമനം കഷ്ടത തീർത്തിടുവാൻ കാലങ്ങളേറിയില്ല. കണ്ണോ നീർത്താൽ വരെയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ സഹിച്ചു വലഞ്ഞോ ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം സമീപിച്ചവൻ ജലം തരുമോ. കണ്ണോ നീർത്താൽ വരെയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണോ നീർവാർത്തവനൻ കാര്യം നടത്തിത്തരും. ചെങ്കടൽ തീരമത നിന്നീണതുപോ ചങ്ങിനു മീതി വരും മന്ദാരം മാറിപ്പോകും. താങ്ക് യു. അതിമനോഹരമായി ആലപിച്ചു. അടുത്ത സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി ജെസ്സി പഴുവിനെ സ്വാഗതം ചെയ്യുന്നു. ജെസ്സി, വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. 233ാമത് സ്നേഹസംഗമം അവതരിപ്പിക്കുന്നത് അവർ ലേഡി ഓഫ് സോറോസ്. സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന 233ാമത് സ്നേഹസംഗമത്തിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കുകയാണ്. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറും നമ്മുടെ സ്നേഹപിതാവുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഈ സ്നേഹസംഗമത്തിന് ആധ്യക്ഷം വഹിക്കുന്നതിനായി സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന പാലക്കാട് കരിമ്പയിൽ അനാഥരും നിരാലംബരുമായ മക്കൾക്ക് വേണ്ടി ആകാശപ്പറവകൾ എന്ന സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന റവറൻഡ് സിസ്റ്റർ മരിയ വിയാനിയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിന് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീമതി ഷാരോൺ ലാസർ, പ്രൊജക്ട് സപ്പോർട്ടർ, മാഡത്തിനെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിന് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീമതി ശാന്ത ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 233ാമത് അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ലിജോ കോഴിക്കോടിനെ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി ക്ലാര ജോസഫിനും വളരെ കൃത്യമായി വ്യക്തതയോടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി എത്തിയിരിക്കുന്ന
ശ്രീ ജോസ് ചേട്ടൻ കൊരട്ടിയെ ഏറെ സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിന് ആശംസ പറയുന്നതിനായി എത്തിയിരിക്കുന്ന ശ്രീ ശശി പുതുരുത്തി ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്നേഹസംഗമത്തിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിവിധ ഗ്രൂപ്പ് ലീഡർമാർ എന്നിവർക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാനെത്തിയിരിക്കുന്ന കുമാരി മേരി വടൂക്കരയ്ക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിനെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. നിർത്തട്ടെ. നന്ദി. താങ്ക് യു സിയാജി, വളരെ മനോഹരമായിട്ട് സ്വാഗതം ആശംസിച്ചു. താങ്ക് യു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിച്ച് ഗ്രൂപ്പിലെ പരിചയപ്പെടുത്തുന്നത് ശ്രീ ജോസ് കൊരട്ടി. ജോസേട്ടാ, സ്ക്രീൻ. ഓക്കെ, കേൾക്കാം. സഹോദരങ്ങളെ, ഇന്നത്തെ സ്നേഹസംഗമം നടത്തുന്നത് ദർശിനിയാണ്. അടുത്ത ആഴ്ച അജക് ഗ്രൂപ്പാണ്. ഇന്ന് ജോബി വർഗീസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ, ഷിനി മാഡത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ചിങ്കാരി മേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്ക് ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥന ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനുവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ തിരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും
സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയം നിറഞ്ഞവരെ, 29/11/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ഫാദർ സോളമൻ കടപ്പാട്ട് വർക്കിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 232ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശനയാണ്. അവതരണം ശ്രീ ജിഫിൻ KJ ഇരിങ്ങാലക്കുട. പ്രാർത്ഥന കുമാരി ഷാലി ബെങ്ങിനിശ്ശേരി. സ്വാഗതം ശ്രീ ശശി പുതുരട്ടി. ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷന് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്തത് വളമംഗലം അഡോറേഷൻ കോൺവെന്റിലെ റവറൻ സിസ്റ്റർ മേരി മംഗലശ്ശേരിയായിരുന്നു. ഭാരവാഹികളെ, സംഘടനാംഗങ്ങളെ, ഭിന്നശേഷി മക്കളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു സംഘടനയാണ് ദർശന ക്ലബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുകമ്പയും സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ. റിപ്പോർട്ട് കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നി. സോളമൻ അച്ഛൻ ജീവിച്ചിരിക്കുന്ന മറ്റൊരു ക്രിസ്തുവാണെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ അഭിനന്ദനങ്ങൾ. ജോസ് കൊരട്ടിയാണ് എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ജോസിനെ എനിക്ക് നേരത്തെ അറിയാം. ജോസിനെ ഇപ്പോഴത്തെ അവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിവ് കൊടുത്ത ദൈവത്തോട് നന്ദി പറയുന്നു. കൊട്ടിപ്പള്ളിയിൽ CML സംഘടനയുടെ വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് 231ാമത് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ഷാജിയും ലീന നാട്ടികയും മനോഹരമായ ഗാനാലാപനം നടത്തി. വിശിഷ്ടാതിഥിയായി എത്തിയത് തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് വിഭാഗം ശ്രീ ഡോക്ടർ ശിശിരാം മാഡമായിരുന്നു. ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആണ്. HIV മൂലമുണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്. രക്തത്തിലൂടെയും സെക്സിലൂടെയുമാണ് ഈ രോഗം പടരുന്നത്. ലക്ഷണങ്ങൾ: ശരീരം മെലിയുക, വേദന മാറാതിരിക്കുക, നിരന്തരം വയറിളക്കം. ഗർഭിണിയിൽ നിന്നും കുഞ്ഞുങ്ങൾക്കും രോഗം വരാം. ഈ രോഗം വന്നാൽ മാറുക സാധ്യമല്ല. രോഗം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. രക്തപരിശോധനയിലൂടെ മാത്രമേ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സംശയങ്ങൾ ചോദിക്കുകയും മറുപടി തരികയും ചെയ്തു. നന്ദി, നമസ്കാരം. ഈ ആശംസ പറഞ്ഞത് ദർശന തിരുഹൃദയം ഗ്ലോറിയ ഗ്രൂപ്പിലെ അംഗം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയമായിരുന്നു. എൻ്റെ പേര് സിമിൽ സെബാസ്റ്റ്യൻ. കോട്ടയത്താണ് വീട്. വീട്ടിൽ പപ്പയും മമ്മിയും ചേച്ചിയുമുണ്ട്. ഞാൻ പേപ്പർ, പേന, ബാഗ്, കുട ഇവയും കൂടാതെ ട്യൂഷനും എടുക്കുന്നു. 5 വർഷമായി ദർശനയിൽ വന്നിട്ട്. ലില്ലി ചേച്ചിയാണ് എന്നെ ഗ്രൂപ്പിലെടുത്തത്. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. സോളമൻ മത്സരം ഭാരവാഹികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ആശംസകൾ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും അവസരം തന്നിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗവസരം നന്ദി പറഞ്ഞ ശ്രീമതി മേഗി സൈമൺ. പ്രതിമാസ നറുക്കെടുപ്പിലെ മത്സര വിജയികൾ: ലില്ലി ആറ്റത്തറ, തുളസി, റീന വടകര, LC പഴുവിൽ, ജിഫിൻ KJ, ലിസി വർഗീസ്, റഹീന പാവട്ടി, റെജി, ലിസി ആമ്പക്കാട്, ജെസ്സി എരുമപ്പെട്ടി. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ശ്രീ KJ ജോസ് കൊരട്ടി. താങ്ക് യു ചേട്ടാ. വളരെ മനോഹരമായ റിപ്പോർട്ട് അവതരിപ്പിച്ച് ഗുരുവെ പരിചയപ്പെടുത്തി. താങ്ക് യു. റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? റിപ്പോർട്ട് പാസ്സാക്കാം. ഗൂഗിൾ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സിസ്റ്റർ മരിയ വിയാനി, ആകാശപ്പറവൽ, പാലക്കാട്, കരിമ്പ. സിസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ വെൽക്കം ദ സ്ക്രീൻ. ബഹുമാനപ്പെട്ട സോളമൻ എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റു ഭാരവാഹികളെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാന് ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹത്തിലാണ് അംഗമാണ്. ആകാശപ്പറവുകളുടെ സമൂഹത്തിലാണ്. അതായത് മാനസിക രോഗികളായിട്ട് ശരീരത്തിൽ അറിയുന്ന സ്ത്രീകള്, പുരുഷന്മാരും കുഞ്ഞുങ്ങളും. അങ്ങനെയുള്ള ഒരു സെന്ററില് ഒരു 10 വർഷം ഞാൻ ഇൻചാർജിലാണ്. അവിടെ സോളമൻ അച്ഛൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കുടുംബാൻ അർപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ ഓർക്കുന്നുണ്ട് അച്ഛാ? കേൾക്കാവോ? ഓർക്കുന്നു. അവിടുത്തെ അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോസേട്ടനാണ് എന്നെ ക്ഷണിച്ചത്. അപ്പം ഇങ്ങനൊരു കൂട്ടായ്മയില് ഒന്ന് കാണാനും, നിങ്ങളെ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഇങ്ങനെ എഴുതിച്ചു കൊടുക്കുന്നത് കാണുന്നതിനൊക്കെ ഒരു കൃപ ദൈവം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ സഹോദരങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നത് പാപത്തിന്റെ മേഖലകളിൽ അടിമപ്പെട്ട പുറംപോക്കുകളിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് സമൂഹം കരുതുന്ന കുറച്ചു പേരുടെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിലെ യൂത്ത് കെയർ മിഷൻ എന്നാണ് പറയുന്നത്, ദിവ്യകാരുണ്യ കരുതൽ. അപ്പൊ ഞാൻ പാലക്കാട് ആയിരിക്കുന്നു. എന്നാല് ആഴ്ചയുടെ ഒരു ദിവസം, ഇപ്പൊ ഇന്നലെ ആയിരുന്നു, ഞാൻ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തെരഞ്ഞെടുക്കും. എന്നിട്ട് ഞങ്ങൾ പൂരപ്പറമ്പ്, തൃശ്ശൂര് പൂരപ്പറമ്പിലൊക്കെ പോകും. അവിടെയുള്ള കുറെ പേര് മദ്യപാനത്തിന് അടിമപ്പെട്ടവര്, മറ്റു പല അവസ്ഥകളിലുള്ളവര്, ഇങ്ങനെയുള്ള മക്കളെ കാണും. അതുപോലെ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ പോകും. തകർക്കപ്പെട്ടവരായിട്ടുള്ള കുറെ സ്ത്രീകളെ, കനകമരി വെച്ചിട്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ധ്യാനങ്ങൾ വെച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കും, തമ്പുരാന്റെ വചനം കൊടുക്കും. അങ്ങനെ
ആ ഒരു ശുശ്രൂഷ മേഖലയിലായിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ഇവിടേക്ക് ഞങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഇന്നലെ മുതൽ ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയും സമർപ്പിച്ചു. പിന്നെ ഇന്നലെ ഇങ്ങോട്ട് സംസാരിച്ച കുറെ പേരോടും അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അവരുടെ വേദനകളും അവര് കുറെ വിഷമങ്ങൾ, അതായത് പുലപ്പറമ്പിൽ ഞാൻ കുറെ നേരം അവിടെ പോയിരിക്കും. അപ്പൊ അവിടെ ഉള്ള പ്രിയപ്പെട്ട മക്കൾ അവിടെ വെച്ച് കഴിഞ്ഞാല് മദ്യത്തിനൊക്കെ അടിമപ്പെട്ടവരായിരിക്കും, തകർത്ത് തടിക്കുന്നതായ കുറെ പേര് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് ഒരു വ്യക്തിയോട് ഒരു 1.5 മണിക്കൂറിലധികം സങ്കടങ്ങൾ, അവനെ ചതിച്ചവരെ കുറിച്ച്, അവരെ ഈ അവസ്ഥയിലാകാനുള്ള കാരണമൊക്കെ പറയായിരുന്നു. അപ്പൊ എന്നെ മനസ്സിലാക്കി ഇതെല്ലാം വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് സ്പർശിച്ചൊരു വചനമുണ്ട്, അതിതാണ് സങ്കീർത്തനം 10:14. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവരെ ഏറ്റെടുക്കും. നിസ്സഹായം തന്നെ എനിക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടെ നിന്ന് സഹായമാണല്ലോ. ഇന്നലെ ഒരു സഹോദരനോടൊന്ന് പറയുകയായിരുന്നു, അമ്മ ഞാൻ ജനിച്ചത് അനാഥനായിട്ടാണ്. ഞാൻ ജനിച്ചപ്പോ എന്നെ കൊണ്ടേ ആരോ തൃശ്ശൂർ ഒരു ഓർഫനേജിൽ വെച്ചു. പിന്നെ അവിടുന്ന് ഞാൻ SOSലേക്ക് മാറ്റി. ഞാന് വളർന്നു. എനിക്കൊരു ജോലി, ഒരു അത്യാവശ്യം ഞാൻ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച സമയത്ത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചതാണോ? അല്ല, എനിക്ക് ആരും എനിക്ക് ഒരു ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ഒരു പെണ്ണ് തരാൻ, കാരണം ഞാൻ അനാഥനല്ലേ, എന്റെ കുഴപ്പമാണോ ഞാൻ അങ്ങനെ ജനിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഇവരോട് കുറെ നേരം സംസാരിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും എന്റെ മനസ്സിലേക്ക് ആ ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് എന്റെ മനസ്സിൽ എനിക്ക് ഈ വചനം എന്നെ ഉദ്ദേശിച്ചത്, നിസ്സഹായം തന്നെ എനിക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുത്തെ സഹായകനാണല്ലോ. 2-3 ആഴ്ച മുമ്പ് തൃശ്ശൂര് മെയിൻ റോഡിന്റെ അടിയില് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സഹോദരൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു, എന്റെ ചേട്ടനെ ഞാൻ ഒരുപാട് മർദ്ദിക്കുന്നു, ഞാൻ ഈ അവസ്ഥയിൽ ജനിച്ചത് എന്റെ കുഴപ്പമാണോ? സിസ്റ്റർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊന്ത കൊടുത്ത് അവനെ ആശ്വസിപ്പിച്ചിട്ട് അതുപോലെ ദൈവം എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ വേദനകള് ഡൽഹിയിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ അവിടെ മാനസിക രോഗി തിരുവല്ല പുരുഷന്മാർക്ക് ചേർപ്പ് ആശ്രമങ്ങളുണ്ട്. കുറെ നാളെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഒരു പയ്യനെ കണ്ടുമുട്ടാറുണ്ട്. അവനിങ്ങനെ ഒരു അവനെ കഷ്ണത്തിന്റെ അടിയിൽ ടയർ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ കൈ കൊണ്ട് അതിങ്ങനെ സ്പീഡിൽ അവൻ പോകും. പക്ഷെ അവന് അരക്കി കീഴ്പോട്ട് കാണുന്ന ഒരു മകനാണ്. അപ്പം അവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഇത്രയും ചീറിപ്പാഞ്ഞു വരുന്ന, നമുക്കറിയാം നമ്മുടെ തലസ്ഥാന നഗരമായതിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഈ പയ്യനിങ്ങനെ ടയറിന്റെ അടിയിൽ അല്ലെങ്കിൽ മരക്കഷ്ണത്തിനായി ടയർ വെച്ചിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇവരോട് ചോദിച്ചു, മോനെ, അപ്പൊ എന്റെ കൂടെ 2-3 സിസ്റ്റേഴ്സ് ഞങ്ങൾ 2-3 പേര് ഇങ്ങനെ ഓരോ യാത്രയ്ക്ക് വേണ്ടി പോയിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ നീ വരുന്നോന്ന് ചോദിച്ചു, നീ എന്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങള് ഒരു ഇത്രയും വന്ന പ്രാർത്ഥന ചോദിക്കാൻ പോകാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെയും വഴി ഞങ്ങൾ ആശ്രമത്തിലേക്ക് ചെല്ലുക. ഞങ്ങൾ ഉത്തമവസ്ത്രങ്ങൾ അണിയിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ദിവ്യകാരുടെ അവിടെ ചാപ്പലുണ്ട്, ദിവ്യാശ്രമത്തിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് അപ്പൊ അവിടെ നമ്മുടെ മക്കള് കുറെ പേര്, നമ്മള് പല ഭാഷക്കാരാണ് ഇങ്ങനെ തെരുവിന് കിട്ടുന്നത്. അവർക്ക് നമ്മള് ദൈവത്തെ കാണിച്ചു കൊടുക്കും. അവർ സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് കുറെ പേര് പ്രാർത്ഥിക്കും, കുറെ പേര് മറ്റെന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇവനും കാണിച്ചു കൊടുക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ആശ്രമം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരന്മാരുടെ ആശ്രമങ്ങളിൽ പോകും. ഈ ആശ്രമത്തിൽ പോകുമ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നത് ഇവൻ ചാപ്പലിൽ ഏറ്റവും മുമ്പിലിരിക്കും ചാപ്പലില്, മറ്റുള്ളവരെല്ലാം പുറകിട്ട്. ഇവർ ആരെ എന്ത് പറഞ്ഞു കൊടുത്തൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും കുറേ കുറച്ചിരിക്കും, എന്താ ചെയ്യുന്നത് അറിയാനായിട്ട്. എല്ലാം ഈ കൊച്ചി സ്ഥലമില്ല. അവനൊരു 10-35 വയസ്സ് കാണുമായിരിക്കും. പ്രായം അറിയില്ല, ജന്മനാഗരിക അങ്ങനെ ഒരു മോനാണ്. അപ്പൊ അതിന്റെ ലുക്കാണ്. അപ്പൊ അവൻ പറയുന്നത് ഇവരിങ്ങനെ പാടും, മറ്റുള്ളവർ ഏറ്റുപാടും. ഞാനും ഇതിന്റെ പാട്ട് കേട്ട് കുറെ സമയം ഏറ്റുപാടിക്കിട്ട് ഇവൻ എവിടെ നിന്നത് പഠിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവൻ പാടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇങ്ങനെ ഇവൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടെ ഉള്ള ദിവസം ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഈ പാട്ട് പാടുന്നതിനിടയ്ക്ക് ഈശോയെ നോക്കി ഇവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻ എഴുന്നേൽക്കാൻ അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ മനസ്സിൽ ഞങ്ങൾ ആരും അനങ്ങിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവൻ വീണ് പോകും, ഇവൻ എന്താ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഈ മകൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളത് അത്ഭുതപ്പെടുത്തി. എനിക്കത് വിശ്വസിക്കാൻ പോലും
കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമർപ്പണ ജീവിതത്തില് അനേകരുടെ സൗഖ്യങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംബന്ധിച്ച് ഒരു വലിയ അത്ഭുതമായിരുന്നു. ഇവന് പിന്നീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇവൻ നല്ല ഓടുകയുള്ളൂ. കാരണം ഇതിന് കിട്ടിയ ആ ഒരു ശക്തി, തമ്പുരാന്റെ കൃപ, നിസ്സഹായന് അവിടുന്ന് സഹായകനാണല്ലോ. എന്നെ അനാഥൻ അവിടെ നിസ്സഹായൻ തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. വചനത്തിൽ പറഞ്ഞ പോലെ എന്താണെങ്കിലും അവൻ സൗഖ്യം കിട്ടി. ഞങ്ങൾ അവന്റെ വീട് അന്വേഷിച്ചു. കുഞ്ഞ് സുരക്ഷിതനായി വളരെ നടക്കുന്ന ഓടുന്ന വ്യക്തിയായിട്ട് ഞങ്ങൾ തിരിച്ചെത്തിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവമുണ്ട്. എല്ലാവർക്കും അറിയായിരുന്നു ഒരു പെൺ. ഞങ്ങൾ കുറെ പേർക്ക് അറിയാമായിരിക്കും. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്താണ് അവളെ കുറിച്ച് അറിഞ്ഞത്. അവള് നാഷണൽ വോളിബോൾ പ്ലെയർ ആണ്. അവള് നന്നായിട്ട് കളിക്കും. അവള് ആ ഒരു ഫീൽഡില് വളരെ മികച്ചായ പെൺകുട്ടി. അവള് യൂട്യൂബിലേക്ക് അറിയായിരിക്കും. അപ്പോൾ അവള് ഒരിക്കല് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അവൾക്ക് മത്സരം ഉണ്ടായിരുന്നു. UP മറേലി എന്ന സ്ഥലത്ത് വെച്ച് കുറച്ചു പേര് ആ ട്രെയിനിലേക്ക്, ഒരു ഫോറസ്റ്റിന്റെ ഏരിയ, ആ ഒരു സ്ഥലത്ത് നിന്നാണ് കുറച്ചുപേര് ട്രെയിനിലേക്ക് കയറുന്നത്, ഇവളെ ആക്രമിക്കുന്നത്. അവര് കൊള്ളക്കാരായിരുന്നു. അവര് ഇവളുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടെന്ന് കരുതി. പക്ഷെ ഇവള് സ്പോർട്സില് വളരെയേറെ നല്ലൊരു നല്ലൊരു ഹെൽത്തൊക്കെ ഉണ്ട്. ഇവളത് തിരിച്ചെടുക്കും. ഇവളത് ഈ ആക്രമണത്തിൽ ചെറുക്കാൻ ശ്രമിച്ചു. ഇവളെ അവര് വലിച്ച് അവര് താഴേക്ക് തള്ളിയിട്ടു. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഈ പെൺകുട്ടിയെ താഴേക്ക് തള്ളിയിട്ടു. ഇവൾ ട്രാക്കിൽ വീണു. ഓൺ സ്പോട്ടില് അടുത്ത ട്രാക്കിൽ നിന്ന് വന്ന ട്രെയിൻ ഇവളുടെ കാലിലൂടെ പാഞ്ഞു കയറി. അവളെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആളുകള് ഉദ്യോഗസ്ഥരെ കാണുമ്പോഴേക്കും ഇവളുടെ കാല് ചതഞ്ഞരഞ്ഞു കഴിഞ്ഞിരുന്നു. വളരെ ഒരു കാല് മുട്ടിന് താഴെ മുറിച്ച് കളഞ്ഞ് വളരെ നിരാശയോടെ കിടക്കുന്ന സമയത്ത് പല രീതിയിൽ ആലോചിക്കുന്നത് എങ്ങനെ ഈ ആത്മഹത്യ ചെയ്യും. അവള് സ്പോർട്സ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ കേട്ടിട്ടുള്ളതാണ് വോളിബോൾ പ്ലെയർ ആണെങ്കിൽ അവൾക്ക് കാലുകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവളെ ചിരിച്ചോണ്ടി അവള് എങ്ങനെ മറ്റുള്ളവർ കാണാതെ എങ്ങനെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യുന്നതാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഇവളെ തേടി ഇവളുടെ ബെഡിലെത്തി. ഇവളുടെ ആശുപത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഇവളോട് തട്ടി വിളിച്ചു ചോദിച്ചു, ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചി കരയണ്ട. ചേച്ചിയേക്കാൾ മാരകമായ ഒരു രോഗമാണ് എനിക്ക്. പക്ഷെ എനിക്ക് ഒരു പേടി, കൊച്ചു പെൺകുട്ടി മാരകമായ രോഗമാണ്. എനിക്കൊരു പേടിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എന്റെ ദൈവം എന്റെ ദൈവം സർവശക്തി, എന്നെ നിർത്താൻ ശക്തിയുള്ള ദൈവത്തിലാണ്. എന്ത് സംഭവിച്ചാൽ എനിക്കൊരു ഭയമില്ല. എന്റെ ദൈവം സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ പെൺകുട്ടി ഒരു മത്സരം തന്നിരിക്കുകയാണ്, കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ശക്തി കടന്നു വന്നു. അങ്ങനെയാണല്ലോ ഒരു വചനം. സഹനത്തിൽ നിന്നാണ് ആ പെൺകുട്ടി ആ വചനം കൊടുത്തത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിയുടെ കൂടെ ദൈവമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവള് പോയി. പക്ഷെ അവൾ അന്ന് ചിന്തിച്ചു, തീരുമാനമെടുത്ത് ഒരിക്കലും ആത്മഹത്യ ചെയ്യുക. അങ്ങനെ അവൾ എടുത്ത തീരുമാനം അവളെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവളുടെ ചരിത്രത്തിൽ പിന്നീട് കാണാൻ പറ്റും. വികലാംഗയായ അവളാണ് ചരിത്രത്തിൽ നേടുന്നത്. നിങ്ങൾ കുറെ പേർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നാൽ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് സഹനങ്ങളിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ഓരോരുത്തരെയും ദൈവം കാണുന്നുണ്ട്. തമ്പുരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഒത്തിരി പേടിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി പേടി വരുന്ന സമയത്ത് ഞാനൊരു വചനം കാണാപ്പടം പഠിച്ചിട്ട് ഭയപ്പെടേണ്ട, ഞാൻ എന്നോടുകൂടി സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്റെ ശുശ്രൂഷ മേഖലയിൽ ഈ കഴിഞ്ഞ 17 വർഷം ആകാശപ്പുറവുള്ള ശുശ്രൂഷയിൽ ഇപ്പോഴും കുറെ നാളുകളായിട്ട് യൂക്കേർ മിഷൻ, അതായത് കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള മിനിസ്ട്രിയിലായിരിക്കുമ്പോഴും ഒത്തിരി പേരെ കണ്ടുമുട്ടാറുണ്ട്. ഞങ്ങൾക്ക് അവരോടെല്ലാം സഹനങ്ങളുടെ ഒരു വലിയൊരു പാട്ടപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ അവർ നിരത്താറുണ്ട്. ഞാനിപ്പോഴായിരിക്കും ഇവിടെ ഞാൻ പുത്തൻപള്ളിയിലെ
മറ്റൊരു ആഴ്ചകളിലും ഇപ്പൊ ഒരു 19 പേരുടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം തെലുങ്കിലും കള്ളവരും മറ്റു പല പാവത്തിൽ വിട്ടുപോയവരൊക്കെയാണ്. നമ്മൾ അവർക്ക് പറ്റില്ല കൊടുക്കായിരുന്നു. എന്റെ ഇന്ന് ക്ലാസ് ഒരു 1:45-2 മണി എടുത്ത് നമ്മുടെ ആകാശപ്പുറയുടെ കുറ്റിക്കിളച്ചിന് ശേഷമുള്ള മാർട്ടിൻ തോട്ടക്കിളച്ചിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം FCC സിസ്റ്റേഴ്സ് അയക്കാം. അവർക്ക് അവരോട് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. ഇപ്പൊ അച്ഛന്റെ ക്ലാസ് ആണ്. അവർക്ക് ആശീർവാദം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. 2-3 ആഴ്ച മുമ്പ് ഇങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന ഭക്ഷണ സമയമായപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഭയങ്കര ആശ്വാസമായി, എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു. എന്ന് ചോദിച്ചാൽ എന്താ മോനെ? അവനൊരു 31 വയസ്സാണ്. എനിക്ക് ഭയങ്കര പിന്നീട് അവനെ ഞാൻ അടുത്ത് വിളിച്ച് കുറച്ചേരം സംസാരിച്ചപ്പോഴേ ദുബായിൽ 2.5 ലക്ഷത്തോളം സാലറി വാങ്ങിച്ചിരുന്ന ഒരു പയ്യനാണ്. അവന് അനസ്തേഷ്യൻ ടെക്നീഷ്യൻ ആണ്. നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ. പക്ഷെ മദ്യപാനത്തിന്റെ വിതരണത്തിൽ പെട്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് കുറെ പൈസ പോയി അവിടെ മറ്റൊരു ജോലിക്ക് കയറി. മദ്യമില്ലാതെ അവന് ഒന്നും ഉണ്ടായിട്ടില്ലാതെ പോയതാണ്. കൂട്ടുകെട്ടിപ്പോയി മദ്യപാനത്തിന്റെ വിതരണത്തിൽ പെട്ടുപോയി. അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി, നല്ല ജോലിയുള്ള പയ്യനാ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് രക്ഷിക്കുക. ഇവൻ പല സ്ഥലത്ത് പോയി. ഇവൻ ഒരു ബ്രാഹ്മൺ കുടുംബത്തിന്റെ അംഗമാണ്. പൂജാരിയൊക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്ത ആളൊക്കെയാണ്. പക്ഷെ ഇവനൊരു സ്ഥലത്ത് ഭക്ഷണം ഇല്ല. അപ്പൊ ചെന്ന് അമ്പലത്തിനെ ചോദിച്ചു, പല സ്ഥലത്തും ചോദിച്ചു. അപ്പം വിചാരിച്ചു ഞാൻ എല്ലാ സ്ഥലത്തും ജീവിതം തകർന്നു, ഞാൻ ആത്മഹത്യ. അവൻ ട്രെയിനിൽ സ്പോട്ട് കണ്ടുവച്ചു. ഇപ്പൊ അവന്റെ മനസ്സിലൊരു ചിന്ത, ഇനി ഞാൻ എന്താണെങ്കിലും ആത്മഹത്യ ചെയ്തതിനെ കുറച്ച് ഭക്ഷണം കഴിക്കണം, വിശന്ന് കഴിക്കേണ്ടത് അവൻ തീരുമാനം എടുത്തു. അവനൊരു സഹോദരനോട്, നമ്മളത് ചോദിക്കാൻ മടിയാണ്, എന്നോടൊക്കെ ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി ഭക്ഷണം തരാമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്തായാലും എന്റെ ഭക്ഷണം പൈസയില്ല, ഇവിടെ ശുശ്രൂഷയുണ്ട്, അതിന്റെ ദൈവം നല്ല ഫുഡ് കിട്ടുന്നുള്ളൂ, ഞങ്ങളിവിടെ നല്ല ഫുഡാണ് പരിശ്രമിക്കുന്നത്, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, എന്താ ശരി, ഞാൻ അങ്ങനെ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല, എനിക്ക് ഭക്ഷണമൊന്നും അധികം വേണ്ട, പക്ഷെ എന്തോ ഒരു ശക്തി എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. ഇന്ന് അവൻ എന്റെ ആശുപത്രിയിൽ സെയിം ജോലി ചെയ്യാണ്. അവൻ എവിടെ നിന്ന് പോന്നോ അവിടേക്ക് 2 ലക്ഷം രൂപയ്ക്ക് തന്നെ അവനെ സാലറിക്ക് വിളിച്ചു. എന്നോട് ചമ്മ ഞാൻ പോണോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനം. പ്രധാനപ്പെട്ടത് നമുക്ക് തമ്പുരാന്റെ കൃപയാണല്ലോ പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നു പോയവരൊക്കെ തന്നെയാണ് ഇന്ന് നമ്മളെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരെല്ലാവരും. എനിക്ക് ഇവിടെ ആകർഷിച്ച ഒരു വിശുദ്ധിയാണ് കൊച്ചു ത്രേസ്യ. അവളുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ വളരെയധികമായിരുന്നു. പക്ഷെ അവളുടെ അമ്മ സേലി ഗുരി, അപ്പൻ ലൂയി മാർട്ടിൻ, അവളുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മകന് ജന്മം കൊടുക്കാൻ. പക്ഷെ ഇവര് 2 പേർക്കും കൂടി സേലി ഗുരി ഒരു സിസ്റ്ററാണ് ആഗ്രഹിച്ചു, ലൂയി മാർട്ടിനും ഒരു അച്ഛനാവൻ ആഗ്രഹിച്ചു. പക്ഷെ അവരുടെ ദൈവത്തിൽ അത് കുടുംബത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ കുടുംബത്തില് അവർ ഏറ്റവും അധികം 2 പേരും വിവാഹത്തിനും കടന്നുപോയവരെ വിജയം നൽകുന്ന യോദ്ധാവ്, ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ മധ്യയുണ്ട്. വിജയം നൽകും. ഈ കുരിശിനൊരു ഉത്ഥാനമുണ്ട്. കുരിശ് മാത്രമല്ല, അതിനൊരു ഉത്ഥാനമുണ്ട്. ഈ സഹിക്കുന്നതിനൊക്കെ ശക്തിയുണ്ട്, ഇതിനൊക്കെ ഫലമുണ്ട്. നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനാക്കി നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. എല്ലാവരും പേരൊന്നും കിട്ടില്ല. എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥം എന്റെ സമയത്ത് ബാധിച്ചിട്ടതിന് മുമ്പായി തോന്നുന്നു. ഈശോയ്ക്ക് നന്ദി പറയാൻ ഈശ്വരങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദീപങ്ങൾ പറഞ്ഞു. ഒത്തിരി താങ്ക് യു. ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി പേരെ ചേർത്ത് നിർത്താനുള്ള അനുഗ്രഹം ദീപങ്ങൾ ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും. താങ്ക് യു. അടുത്തായി അദൃശ്യ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനങ്ങളിലെ ഡയറക്ടറുമായ സോളമൻ കടമ്പാട്ട് സീമറ്റിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ സ്ക്രീൻ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സ്ക്രീനിൽ വരുന്നില്ല, വേഷഭൂഷ വ്യത്യാസമൊന്നായിട്ടല്ല. പലപ്പോഴും ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാറുണ്ടാവില്ലായിരിക്കും നിങ്ങൾ. കാരണം അത് വീഡിയോ എവിടെ പിടിക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, വീഡിയോ ഓൺ ആക്കുന്നില്ല. എന്തായിരുന്നാലും ഓഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികളുടെ സ്വരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ദർശനയിലേക്ക്
വോട്ടിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പേര് എൻ്റെ അധ്യക്ഷനായിട്ടുണ്ടെങ്കിലും പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈദരാബാദിലും അങ്ങനെ പിന്നെ ധ്യാനത്തിനുമൊക്കെ ആയിട്ട് തന്നെ നടക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു അവസരം കിട്ടി. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അതെല്ലാം പറയാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ കഥയോടുകൂടി തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് തിരിയും അതുപോലെ തന്നെ തീപ്പെട്ടിയും തമ്മിലുള്ള ഒരു സംവാദമാണ്. തീപ്പെട്ടി പറയാണ് തിരിയോട് പറയാണ്, ഞാൻ നിന്നെ ജ്വലിപ്പിക്കാൻ പോവാ, നിന്നെ കത്തിക്കാൻ പോവാ. അപ്പോ നീ മറ്റുള്ളവർക്ക് പ്രകാശമാവട്ടെ എന്ന് പറഞ്ഞ് കത്തിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴും മെഴുകുതിരി പറയാണ്, അയ്യോ എന്നെ കത്തിക്കില്ല, എന്റെ ഇപ്പോഴുള്ള രൂപം മാറും, പിന്നെ ഞാൻ നശിച്ചു പോകും, അതുകൊണ്ട് എന്നെ കത്തിക്കില്ല എന്ന് പറയും. അപ്പൊ മെഴുകുതിരി പറയാണ്, ഞാൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്, എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ എന്നെ തന്നെ ജ്വലിപ്പിച്ച് നിനക്ക് പ്രകാശമായി തീരുന്നതെന്ന് നിനക്കറിയാവോ? അപ്പൊ നീ പ്രകാശിക്കേണ്ടതാണ്. നിന്റെ മടിയോ അലസതയോ ഒന്നും നീ നോക്കരുത്. നിന്റെ ജീവിത ഭംഗിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നീ നോക്കാതെ നീ മറ്റുള്ളവർക്ക് പ്രകാശിക്കണമെന്ന് പറയണം. പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും പരസ്പരം പ്രകാശിക്കാനായിട്ടുള്ളവരാണ്. ചിലപ്പോൾ ഇച്ചിരി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തിരിയെ പോലെ നിന്ന് കത്തണമെങ്കിൽ തീപ്പെട്ടിക്ക് കുറെ കഠിനാധ്വാനം ചെയ്യണം. നല്ല അരച്ച് അത് തന്റെ ജീവിതം മറ്റുള്ളവരായിട്ട് ചെയ്യാനായിട്ടാവുന്നത് മറ്റൊരു വസ്തുവായിട്ട് പഠിച്ചു കഴിയുമ്പോഴാണ് അതൊരു പ്രകാശിക്കാനായിട്ട് തുടങ്ങുന്നത്. ആ പ്രകാശം അത് കത്തിത്തീരാറാവുമ്പോഴേക്കും മറ്റൊന്നിലേക്ക് പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിത്തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെല്ലാവരും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലം, ആഗമനകാലം അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന കാലം, നമുക്കെല്ലാവർക്കും പരസ്പരം കത്തിച്ചൊലിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഏറ്റവും നല്ലൊരു വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം. പിന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, നമ്മള് ഭിന്നശേഷിക്കാരെയും കൊണ്ട് സ്വിമ്മിങ് കോമ്പറ്റീഷനായിട്ട് പോവുകയുണ്ടായിരുന്നു. 10 മെഡലാണ് നേടാനായിട്ട് സാധിച്ചത് കേരളത്തിന് വേണ്ടിയിട്ട്. തൃശ്ശൂർ നമുക്കതെല്ലാം ഭംഗിയായിട്ട് നടന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനി അത്ലറ്റ് മീറ്റ് അവസാനിച്ചു, നമ്മുടെ തൃശ്ശൂരിന്റെ അത്ലറ്റ് മീറ്റ് അവസാനിച്ചു, അതും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു. തുടർന്ന് നമ്മുടെ ഇനി അത്ലറ്റ് മീറ്റ്, കേരള സ്റ്റേറ്റ് ലെവൽ അത്ലറ്റ് മീറ്റ് നമ്മൾ നടക്കാൻ പോവുകയാണ്. 20-21 തീയതികളിലാണ്. അപ്പൊ സാധിക്കുന്നവരെല്ലാവരും തന്നെ പങ്കെടുക്കുക. ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നായാലും പറ്റില്ല, എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്നാണ് ഞാൻ പറയുക. സ്വന്തം ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് വേണേൽ പോകാം, അല്ലെങ്കിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് റെപ്രസെന്റ് പോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടതനുസരിച്ച് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് 5000 രൂപ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടില്ല. അതിന് കുറച്ച് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അപേക്ഷ വെക്കണം. അത് പഞ്ചായത്ത് വഴിയായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ നീതി വഴിയായിട്ടോ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പൊ അതുവഴിയായിട്ടൊക്കെ നിങ്ങളത് നേടാനായിട്ട് പരിശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചെലവാക്കുന്ന പൈസ നിങ്ങൾക്ക് അതിൽ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. ആരും തന്നെ പഠിപ്പിക്കാനുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമ്മൾ സ്വയം മനസ്സായിട്ട് വരേണ്ടി വരും. എങ്കിൽ മാത്രമേ അത് നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ഒരു റെമുനറേഷൻ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു സമ്മാനം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ നേടുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അല്ലാണ്ട് ഇത് നമ്മൾ പോയി കാണുക, തിരുവനന്തപുരം ഒന്നുകൂടി പോയി കണ്ടിട്ട് വരാം, അവിടെ കുറച്ചും കൂടി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് വീണതോ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് കരുതിയിട്ട് നിങ്ങൾ പോകരുത്. മറിച്ച് എനിക്ക് കിട്ടണം വാശിയായിട്ട് നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ട് ഈ ദിവസങ്ങളിൽ ഗ്രൂപ്പിൽ വോയിസ് ഇടുന്നതായിരിക്കും. ഗ്രൂപ്പ് ലീഡേഴ്സ് അതെല്ലാം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. താല്പര്യമുള്ളവർ വന്ന്, അതായത് ഷോർട്ട് പുട്ട്, ജാവലിൻ ഡിസ്കസ് എന്നിവ പഠിപ്പിക്കാനായിട്ട് 2 ദിവസം നമ്മൾ നീക്കി വെക്കുന്നുണ്ട്. ബാഡ്മിന്റൺ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സമയം നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വന്ന് പഠിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പോയി അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം നടത്തി അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക, അതുപോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അതുപോലും സ്വീകരിക്കാനായിട്ട് മനസ്സില്ലാത്ത പലരുണ്ട്. അങ്ങനെ അതും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വെറുതെ തിരുവനന്തപുരത്ത് മാത്രം പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പൈസ എടുത്ത് പോവുക, അത് സ്ഥലമൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു പോരുക. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് സമ്മാനങ്ങൾ ആരും തരാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നന്നായിട്ട് പഠിക്കാനായിട്ട് വരുന്നു. പിന്നെ നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയെ പറ്റി 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദർശന സർവീസ് സൊസൈറ്റി ഏകദേശം ഒരു 4 വർഷത്തോളമായി, അത് ശരിക്കും
3 വർഷം 22, 23, 24, 25 കഴിയാൻ പോകുന്നു. അപ്പോൾ ഒരു 4 വർഷത്തോളമായി എന്ന് വേണമെങ്കിൽ പറയാം. 4 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചതാണ്. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കാൻ പാടുള്ളായിരുന്നു. എന്തായാലും 4ാമത്തെ വർഷത്തിൽ നമുക്ക് 12 നേരത്തെ നമുക്ക് ലഭിച്ചതാണ്. ATG എന്നുള്ള പ്രൊവിഷൻ നമ്മുടെ സൊസൈറ്റിക്ക് അങ്ങനെ പൈസ വാങ്ങാം എന്നുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മളെല്ലാവരും അച്ഛൻ്റെ ഇനി ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്, പലരും പരസ്പരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അച്ഛന് ഇമ്മടി പൈസ വരുന്നുണ്ടോ, തോനെ പൈസ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊക്കെ അച്ഛനെ മാറ്റി വെക്കുക, അതൊക്കെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കും, അല്ലെങ്കിൽ സഭേനെ വളർത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ നടത്താനായിട്ട് പലരും തയ്യാറുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ വരുന്നു, ആര് സഹകരിക്കുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരാളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പൈസ വരികയല്ല, പൈസ വരുന്നതെല്ലാം നിങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് മാക്സിമം ഇപ്പൊ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പ്രോജക്റ്റ് ആയാലും പൈസ ആയാലും മറ്റുള്ളവരുടെ അധ്വാനമായാലും ATGക്ക് ശേഷമായാലും ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്തു തരാനായിട്ട് തയ്യാറാണ്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം അത് ഉപകരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ CSR1 എന്നുള്ളതും ഈ മാസം തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ നമുക്കെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷത്തിൽ നമ്മുടെ മിനി ഹൗസ് പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. അത് മാത്രം നമ്മൾ പലപ്പോഴും പുറകോട്ടാണ് വലിക്കുന്നത്. ഈ മടി, അലസത, പിന്നെ വെറുതെ ഇരുന്ന ലഭിക്കുമെന്നുള്ള ചിന്ത, ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ഇറങ്ങണം, ചെയ്യണം. ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. സ്വന്തം കുറ്റങ്ങൾ കണ്ടെത്തുകയില്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നു. അത് എന്നിലുള്ള കുറ്റങ്ങൾ കണ്ടെത്താനോ അത് തിരുത്താനോ നമ്മൾ തയ്യാറാണ്. മറ്റുള്ള കുറ്റങ്ങൾ അത് ഏറ്റവും ഈസിയാണെന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടെത്താനായിട്ട് തയ്യാറാവുന്നത്. അപ്പൊ അത് മാറ്റി നമ്മളെ കുറ്റങ്ങളില്ല, നമ്മുടെ നേട്ടങ്ങൾ എന്താണ്, നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് കായിക മേഖലയിലായിക്കോട്ടെ, കലാമേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ഭവന നിർമ്മാണ മേഖലയിലായിക്കോട്ടെ, ഇതെല്ലാം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നേട്ടങ്ങളിലേക്കുള്ള ഒരു നോട്ടമായിരിക്കണം നമ്മുടെ ആയി മാറേണ്ടത്. അല്ലെങ്കിൽ ഓട്ടങ്ങളിലേക്കുള്ള വീഴ്ചയല്ല നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് നേട്ടങ്ങൾ മാക്സിമം എടുക്കാം. മറ്റുള്ളവർ നേടുന്നു, അപ്പൊ എനിക്കെന്തുകൊണ്ട് നേടാൻ പറ്റുന്നില്ല, ഞാനും നേടുക, അതായിരിക്കട്ടെ നമുക്ക് ലക്ഷ്യമാണ്. മറ്റുള്ളവർ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് നമുക്ക് പിന്നീട് വാർഷികാഘോഷം 14-ാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുള്ളവർ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് 1-2 പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്റെ പേരും കൂടി ഉൾക്കൊള്ളിക്കോ. നേരത്തെ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജുകൾ വിട്ടോ, ലീഡേഴ്സ് ശ്രദ്ധിക്കാണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായിരുന്നാലും അത് ഇനി ദയവേത് അതെല്ലാം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അതിൽ നമ്പർ കൂടി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മറ്റുള്ള ക്രമീകരണം നമുക്ക് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു ചെറിയ ഒരു കോൺവെന്റാണ്. കോൺവെന്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് മാക്സിമം വരാം. 13-ാം തീയതി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 13-ാം തീയതി നമ്മുടെ മുച്ചക്ര വാഹനത്തിന്റെ ലൈസൻസ് എടുത്തു കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധിക്കുന്നവര് എത്രയും പെട്ടെന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിക്കുക. ഇനി അടുത്ത 2026 നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നതല്ല, 2027 പിന്നെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഏത് ഡിസ്ട്രിക്റ്റ് ആയാലും വേണ്ടില്ല, കേരളത്തിലായിരിക്കുന്നവർക്ക് നമുക്ക് എവിടെ നിന്നായാലും നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നേരത്തെ ഒത്തിരി നാളത്തെ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ലീന MJ നാട്ടികയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒത്തിരി നാളത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഒരു 15-17-18 പേര് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അവര് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരാഴ്ച കൂടി ഉള്ളൂ നമുക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് ഇനി അത് നടത്താനായിട്ട് സാധിക്കില്ല. ഇത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും തുടർന്ന് കൂട്ടായ്മയിൽ നിലനിൽക്കാനും മുന്നോട്ട് പോകാനും നേട്ടങ്ങൾ കൊയ്യാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛാ. അച്ഛൻ മുതലേ നീക്കി വിട്ടപ്പോൾ കഥയൊക്കെ പറഞ്ഞു, ഇത് അറിയിപ്പോൾ പറഞ്ഞു. താങ്ക് യു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷാരോൺ ലാസർ, പ്രൊജക്ട് സപ്പോർട്ടർ. മാഡം നിൽക്കുന്ന സ്ക്രീൻ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്നെ ഈ പരിപാടിയിലേക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ സിസ്റ്ററിന്റെ അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടു. അത് അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഷാരോൺ ലാസർ, അമല ഹോസ്പിറ്റലില് പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന വിഭാഗം OBG ആൻഡ് കാർഡിയോളജി വിഭാഗത്തിലാണ്. OBG എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി, പിന്നെ പ്രഗ്നൻസി സംബന്ധമായ വിഭാഗമാണ്. എന്റെ പ്രോജക്റ്റ് പ്രഗ്നൻസിയുടെ ടൈമില് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ്, അതിനുവേണ്ട മുൻകരുതലുകൾ എങ്ങനെ ചെയ്യാം, അതിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഇത്. ഇന്ത്യയിൽ മുഴുവന് ഇപ്പൊ ഒരു സർവേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർവേ നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ 3 സൈറ്റുകളിലാണ്, 3 ഹോസ്പിറ്റലിലാണ് ഇത് ഇപ്പൊ ചെയ്യുന്നത്. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലില്, പിന്നെ തൃശ്ശൂര് അമല ഹോസ്പിറ്റലില്, പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഈ 3 ഹോസ്പിറ്റലാണ് കേരളത്തിലുള്ളത്. സാധാരണ ഈ പ്രഗ്നൻസിയുടെ ടൈമില് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് എന്ന് പറയുന്നത് സമ്മർദ്ദം കൂടുക, അങ്ങനെ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ പ്രഗ്നൻസിക്ക് സ്ത്രീകളില് മുമ്പേ തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളില് പ്രഗ്നൻസി ടൈമില് കോംപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധ്യതയുണ്ട്. അതിനെ കുറിച്ചിട്ട് ഇത്ര കാലമായിട്ടൊരു പ്രോട്ടോകോളോ അങ്ങനെയുള്ള സ്റ്റഡിയോ നടന്നിട്ടില്ല. അപ്പൊ നമ്മള് സ്ത്രീകൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു 6 മന്ത്സ് വരെ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മള് ഒരു എന്താ പറയാ ഒരു പ്രോട്ടോകോൾ, അതിന് വേണ്ടിയിട്ടൊരു വെബ് പോർട്ടലില് ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുക. ഇത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, വേണ്ട കൗൺസിലിംഗ് കൊടുക്കാം, ഫുഡ് അവർ കഴിക്കുന്നു, മെഡിസിൻസ് കഴിക്കുന്നു, എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ അവർക്ക് വേണ്ടി വന്നിട്ടുണ്ടോ, അത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഔട്ട്കംസ്, ഫീറ്റൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്ത് ഒരുപാട് പേഷ്യൻസിൽ ഈ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരുപാട് പേഷ്യൻസിൽ നമ്മൾ അത് കളക്ട് ചെയ്ത് അതിന് വേണ്ട ഒരു വെബ് പോർട്ടൽ എൻട്രി ചെയ്യും. അതിൽ നിന്നാണ് നമ്മൾ പ്രോട്ടോകോൾ തയ്യാറാക്കുന്നത്. ഇത് ഒരുപാട് ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് ആണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇത് തന്നെ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ ചില സ്ത്രീകളിൽ എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ആയിരിക്കില്ല. അത് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന പല ഹാർട്ട് ഡിസീസ് ഉണ്ട്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അങ്ങനെയുള്ള രോഗങ്ങള് ചില സ്ത്രീകളിൽ കോംപ്ലിക്കേഷൻസ് ഡെലിവറി ടൈമിൽ ഉണ്ടാവും. അത് നമ്മള് ഫസ്റ്റ് തന്നെ എക്കോ എടുത്ത് നോക്കി അങ്ങനെ ആദ്യമേ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് തുടങ്ങാൻ സാധിക്കും. പിന്നെ RHD എന്ന് പറയുന്നത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഈ RHD ഹൃദയത്തിന്റെ രോഗം, അത് പണ്ട് ആദ്യം കേരളത്തില് ഒരുപാട് പേഷ്യൻസിൽ RHD ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അതായത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും വളരെ കൂടുതലായിരുന്നു എണ്ണം. അത് വല്ല നമുക്ക് പനിയോ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ RHD പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണം. അത് നമ്മൾ പിന്നീട് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം അത്രയും നല്ലതായതുകൊണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. RHD എന്നുള്ള ഡിസീസ് വളരെയധികം ആളുകളിൽ കുറവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഹൃദയമാണ്
എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. അതിന് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യണം? ഈ ഹൃദയം നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. അതിന് NYHA ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അത് മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ NYHA ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് 1 എന്ന് പറയുന്നത് അത്ര പേഷ്യൻസിന് അത്ര കുഴപ്പങ്ങൾ ഇല്ല. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാളിന് ആ 1, 2 ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുക. 1, 2 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുക, എക്സസൈസസ് വളരെ ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ചെയ്യുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കിടപ്പോ അങ്ങനെ ശ്വാസതടസ്സമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുന്നത് ഫസ്റ്റും 2 ക്ലാസിഫിക്കേഷനിൽ അത് സ്വാഭാവികമായിട്ട് എല്ലാവരിലും ഉണ്ടാവുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നത് നമ്മള് സാധാരണ നോർമലായിട്ട് വീട്ടിൽ നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കളയിൽ പണികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സം അല്ലെങ്കിൽ കിതപ്പ്, വളരെ നല്ല കിതപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തേർഡ് ക്ലാസിഫിക്കേഷനിൽ അതിനും കൂടെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഹൃദയത്തിന് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വരുന്നത്. 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് വളരെയധികം എന്താ പറയാ, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കിതയ്ക്കുക, വെറുതെ ഇരിക്കുമ്പോ കിതപ്പുണ്ടാവുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ NYHA 4 ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇത് നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങള്, ശ്വാസതടസ്സം, കിതപ്പ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആർക്കും അത് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പിന്നെ മുമ്പത്തെ തലമുറയിലാണെങ്കിൽ ഈ അസുഖങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് അത് നമ്മൾ ഫാസ്റ്റ് ഫുഡ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നുള്ള ആഹാരം, മദ്യപാനം, പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതലായതുകൊണ്ട് ഇതിനുള്ള സാധ്യതകൾ, ഹാർട്ട് ഡിസീസ് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചാല്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്താലും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ എക്സസൈസസ് പതിവായിട്ട് ഡെയിലി എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും സാധിക്കും. അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്, ചിലർക്ക് ഒരു 30 മിനിറ്റ് നേരം നടക്കാൻ പറ്റും. നടന്നാൽ തന്നെ അത് കുറെയൊക്കെ നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റും. പിന്നെ ഇരുന്നുകൊണ്ടുള്ള എക്സസൈസ് ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ വഴി നമുക്ക് ഇത് ഹൃദയാരോഗ്യം നിലനിർത്താം. രണ്ടാമതായിട്ട് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണക്രമം ഒന്ന് നിയന്ത്രിച്ചാല് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ഭക്ഷണക്രമത്തില് നല്ല പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് പഴം, പച്ചക്കറികൾ അങ്ങനെയുള്ളത് കൂടുതൽ ഉൾപ്പെടുത്തുക, നട്ട്സ് ഉൾപ്പെടുത്തുക. പിന്നെ ഒഴിവാക്കേണ്ടത് എണ്ണ, ഉപ്പ്, പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, അതിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താം, കൊളസ്ട്രോൾ കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാ. അതിന് വേണ്ടി നമുക്ക് നല്ല ഉറക്കം കിട്ടണം. ഉറക്കം കിട്ടിയാൽ തന്നെ ഹൃദയത്തിന് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും.
അഞ്ചാമതായിട്ട് നമുക്ക് ഹൃദയത്തിന് ഏറ്റവും ശത്രുക്കളായിട്ടുള്ള സംഭവമാണ് ഈ പുക വലിക്കുക, മദ്യപാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് എങ്ങനെയും ഒഴിവാക്കാൻ നോക്കിയാൽ കൂടുതലും നല്ലതായിരിക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണ്ട. പിന്നെ ശരീരത്തിന് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഹൃദയത്തിന്റെ ഹൃദയം നമുക്ക് തരുന്ന സയൻസ് അത് നമ്മൾ മനസ്സിലാക്കി ശ്വാസതടസ്സം, അങ്ങനെ നെഞ്ചുവേദന, കിതപ്പ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് അത് അവഗണിക്കാതെ അതിനുവേണ്ട ട്രീറ്റ്മെന്റ്സ് അതിൽ നിന്ന് തുടങ്ങാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ, വേണ്ടാത്ത ഒഴിവാക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്ത് അങ്ങനെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി. ശരി. താങ്ക് യു മാഡം. സെക്കൻഡായിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു. അടുത്ത് വിശിഷ്ടി അതിഥിയായിരിക്കുന്ന ശ്രീമതി ശാന്തി മാഡമാണ്. മാഡം ഇട്ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തില് നടത്തപ്പെടുന്ന ഈ സ്നേഹ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി ജോസേട്ടനോട് പറയുന്നു. മറ്റെല്ലാവരോടും നന്ദി പറയുന്നു. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ടർ, പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികള് എല്ലാവർക്കും നന്ദി. ഇനി പ്രത്യേകിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോ കൂടുതലായിട്ട് പറയാം. ഓക്കെ. പിന്നെ ചെടിക്കാർക്ക് പറ്റിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അംഗൻവാടി നടത്തേണ്ടത്, അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ. അംഗൻവാടിയില് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളോട് പ്രത്യേകം അവർ ഓഫീസിൽ നിന്ന് പറയുമ്പോഴാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഓഫീസിൽ നിന്ന് കിട്ടണം നിർദ്ദേശങ്ങള്. അപ്പോഴാ നിങ്ങളോട് പറയാനായിട്ട് പറ്റുള്ളൂല്ലോ. അങ്ങനെ അറിയിക്കേണ്ട കാര്യങ്ങള് ഞാൻ അറിയിക്കാറുണ്ട്. ഓക്കെ മാഡം. താങ്ക് യു. വെൽക്കം. അടുത്തതായി ആശംസ പറയുന്നതിന് വേണ്ടി ശ്രീ ശശി പൂന്തുരുത്തി, ഗ്ലോറിയ ഗ്രൂപ്പ് അംഗം. ചേട്ടാ വെക്കുന്ന സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശി എന്നാണ്. പുതുരുത്തിയാണ് വീട്. എന്നെ ഈ ഗ്ലോറിയ ഗ്രൂപ്പിലേക്ക് ചേർത്തത് നമ്മുടെ TUS ആണ്, കോർഡിനേറ്റർ TUS കോട്ടപ്പുറമാണ്. എൻ്റെ വീട്ടില് ഞാനും ഭാര്യയും 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ് ഉള്ളത്. എനിക്ക് 2018 സെപ്റ്റംബർ 23 ഈ അപകടം പറ്റുന്നത്. പ്രഷർ കുറഞ്ഞിട്ട് വീഴുമായിരുന്നു ഞാൻ. അങ്ങനെ അമലയുടെ അടുത്ത് വെച്ചിട്ടായിരുന്നു അത് ഉണ്ടായത്. അങ്ങനെ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ അരക്കുന്ന് കീഴ്പിട്ട് തളർന്നു. കൈ പൊന്തിക്കാം, പക്ഷെ കൈയിന്റെ വിരലുകൾക്ക് ബലമില്ല. വലത്തെ കൈ കൊണ്ട് നമുക്ക് സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ, പല്ല് തയ്ക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോണു. പിന്നെ എൻ്റെ ജോലി, ഞാന് ഈ വീടിന്റെ പണികളായിരുന്നു. എനിക്ക് കെട്ട്, തേപ്പ്, അങ്ങനെയുള്ള പണികളായിരുന്നു. ഇവിടെ തൃശ്ശൂര് മണ്ണുത്തി ഭാഗത്തുള്ള എരവിമംഗലം ഭാഗത്തുള്ളൊരു പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറിന്റെ കീഴിലൊരു 4-5 കൊല്ലം ആളുടെ കൂടെ ജോലി ചെയ്തു. 10-20 വീടുകൾ ആളുടെ കീഴിൽ ഞാൻ പണിതിട്ടുണ്ട്. പിന്നെ ഈ അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചന്റെ വീട് നമ്മുടെ നെല്ലങ്കര പോണ വഴിയില് ബിഷപ്പ് ഹൗസ് ഇല്ലേ, പാലസ് റോഡ്, അവിടെയാണ് ഔസേപ്പച്ചന്റെ വീട്. അത് പണി ഞാനായിരുന്നു. അങ്ങനെ
ആ പണിത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്കിത് പറ്റിയത്. പിന്നെ ദർശന ക്ലബില് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാത്ത അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് വന്നതിന് ശേഷം നമുക്ക് ഇതിലുള്ള ഓരോ കലാപരിപാടികളിൽ പങ്കെടുക്കാനും ചെറിയ ചെറിയ ഓരോ സമ്മാനങ്ങൾ ലഭിക്കാനും ഒക്കെ ഇടയായി. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വേറെ മാനസിക ഉല്ലാസത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഈ ഇതിൽ വരുന്ന ഓരോ ആൾക്കാരുടെ ഓരോ കഥകളും ഓരോ കാര്യങ്ങളും അസുഖങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കും, നമ്മളെക്കാ കൂടുതൽ ഓരോ അസുഖങ്ങളുള്ള ആൾക്കാര് വേറെ എത്രയോ ഉണ്ട്. അതാലോചിക്കുമ്പോ എന്റെ അസുഖങ്ങളൊന്നും ഒന്നുമല്ല. അങ്ങനെ ഇതായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഭാര്യയും മക്കളും ആണ് ഇപ്പൊ നമ്മൾ ഇതേവരെ ഒരു 7 കൊല്ലമായി ഇങ്ങനെ കിടക്കുന്നു. ഇതേവരെ നമ്മളതിനെ എന്താ പറയാ ഒരു പൊട്ടലോ അല്ലെങ്കിൽ വേറെ ഒരു മുറിവോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് ഫുള്ള് കിടപ്പാണ്. എനിട്ടിരിക്കാം. അതുപോലെ എന്തെങ്കിലും പുറത്തേക്ക് യാത്ര പോകണമെങ്കിൽ 2-3 ആൾ എടുത്തിട്ട് വേണം നമ്മളതിനെ വണ്ടിയിൽ കൊണ്ടിരുത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പൊട്ടലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയും അത്രയ്ക്കധികം നമ്മളതിനെ നല്ല പോലെ നോക്കുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. പിന്നെ ദർശന സർവീസ് സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചേട്ടാ, ആദ്യമായിട്ട് തന്നെ ചേട്ടന്റെ ഭാര്യയും മക്കൾക്കും താങ്ക് യു. ചേട്ടൻ പങ്കാളി നോക്കുന്നില്ലേ? താങ്ക് യു ലിജോ. അടുത്തതായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി കുമാരി മേരി പട്ടർക്കട ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 233ാമത് സ്നേഹ സംഗമത്തിലേക്ക് നന്ദി പറയുവാൻ എന്നെ അന്വേഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ പ്രവേശിക്കട്ടെ. ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറൻ ഫാദർ സോളമൻ കടമാട്ടുപറമ്പിൽ CMIS-ന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ആകാശ് പറവൽ പാലക്കാട് കരിമ്പ റവറൻ സിസ്റ്റർ മരിയ വിയാനിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള പ്രോജക്ട് സപ്പോർട്ടർ ശ്രീമതി ഷാരോൺ ലാസറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീമതി ശാന്ത ടീച്ചറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവതരണം നടത്തുന്ന ശ്രീ ലിജോ കോഴിക്കോടിനും പ്രാർത്ഥനാഗാനം ആരംഭിച്ച കുമാരി ക്ലാര ജോസഫ് കാസർഗോഡിനും സ്വാഗതം ആശംസിക്കുന്ന കുമാരി LC ബെഴുവിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരടിയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. PRO PS കോട്ടപ്പുറത്തിനും ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോണിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ എല്ലാ കൺവീനർമാർക്കും ഇന്ന് ആശംസ പറയുന്ന ശ്രീ ശശി ബുദ്ധിയും ഈ സ്നേഹ കൂട്ടായ്മയിൽ 233ാമത് സ്നേഹ സംഗമത്തിൽ സ്നേഹത്തോടെ എത്തിച്ചേർന്ന ദർശനയിലെ എല്ലാ അംഗങ്ങൾക്കും വിവിധ ഭാരവാഹികൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേരി വടൂക്കര. ചേച്ചി എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ചേച്ചി നന്ദി പറഞ്ഞു. താങ്ക് യു. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു.